വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് പെരിങ്ങാല ജംഗ്ഷനിൽ നിന്ന് വെറും 1 കിലോമീറ്റർ ഡിസ്റ്റൻസ്, ബസ് റൂട്ടിലേക്ക് വെറും 400 മീറ്റർ ഡിസ്റ്റൻസിലും സ്ഥിതി ചെയ്യുന്ന ഒരു വില്ല പ്രൊജക്റ്റിനുള്ളിലായിട്ടാണ്. ഒരു പ്രീമിയം വില്ല പ്രൊജക്റ്റിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന 4.5 സെൻറ്റ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ കൂടാതെ ഒരു സെർവൻറ്റ് ബാത്റൂം സഹിതമാണ് ഈ ഒരു വീട് വരുന്നത്. ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒരുപോലെ ഭംഗിയായി ചെയ്ത ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. നല്ലൊരു വില്ല പ്രൊജക്റ്റിൻ്റെ ഭാഗമായ ഈ ഒരു വീടിൻ്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ മോഡേൺ ബോക്സി എലിവേഷൻ നൽകി അത്യാവശ്യം ക്ലാഡിംഗ് ടൈലും വാൾ ടൈലും സ്പോട്ട് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റും ഒക്കെ കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷനുമാണ് നൽകിയിരിക്കുന്നത്. 5.5 മീറ്ററോളം ഇൻറ്റേർണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. ഇൻ്റർലോക്കിംഗ് കട്ടകളാണ് റോഡിൽ വിരിച്ചിരിക്കുന്നത്. ഈ റോഡ് കണക്റ്റ് ആവുന്നത് ടാർ റോഡിലേക്കാണ്. 4.2 മീറ്ററാണ് ഇവിടെ ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസ് വരുന്നത്. സ്ലൈഡിംഗ് ഗേറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു സ്ലൈഡിംഗ് ഗേറ്റ് കൂടാതെ ഒരു വിക്കറ്റ് ഗേറ്റും നൽകിയിട്ടുണ്ട്. കോമ്പൗണ്ട് വാളിലേക്ക് വരികയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് എലിവേഷനോട് മാച്ച് ചെയ്യുന്ന രീതിയിലാണ് കോമ്പൗണ്ട് വാൾ ചെയ്തിരിക്കുന്നത്. ഇവിടെയും വാൾ ടൈലൊക്കെ നൽകിയിട്ടുണ്ട്. 2-വേ ലൈറ്റ്സും കൊടുത്തിട്ടുണ്ട്. കൂടാതെ വിക്കറ്റ് ഗേറ്റിന് മുകളിലായിട്ട് സ്പോട്ട് ലൈറ്റുകളാണ് നൽകിയിരിക്കുന്നത്. മെയിൻ ഗേറ്റിനോട് ചേർന്ന് ഉള്ള പില്ലറിൽ ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് കടപ്പാ കല്ലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ച ഒരു മുറ്റത്തേക്കാണ്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിന് 2 കാർ പാർക്കിംഗ് സൗകര്യമാണ് വരുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ കവേർഡ് കാർ പാർക്കിങ്ങിലാണ് ഉള്ളത്. 15.5 അടിയോളം നീളവും 9.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു കവേർഡ് കാർ പാർക്കിങ്ങിന് ഉള്ളത്. ഇവിടെയായിട്ടൊരു പവർ പോയിന്റ് നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്പോട്ട് ലൈറ്റുകളാണ് നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ട് സൈഡായ വെസ്റ്റ് സൈഡിലാണ് ഉള്ളത്. 9.5 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ രണ്ടാമത്തെ കാർ പാർക്കിംഗ് സൗകര്യം വരുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭംഗിയായിട്ട് നാച്ചുറൽ പ്ലാന്റ് ഒക്കെ കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ നോർത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 3 അടിയിലേറെയാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഈ ഒരു ഭാഗത്ത് മെറ്റൽ ചിപ്സും കടപ്പാ കല്ലുകളുമാണ് നൽകിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ ഈസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളത്. 5.5 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഈ ഒരു ഭാഗത്ത് മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു വർക്ക് ഏരിയ വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പ്രൊവിഷൻ ഇവിടെയായിട്ടാണ് വരുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. കൂടാതെ ഇവിടെയായിട്ട് 2 ഗ്യാസ് സിലിണ്ടർ ഉൾക്കൊള്ളാനുള്ള ഗ്രില്ലും നൽകിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വീടിൻ്റെ സൗത്ത് സൈഡിലായിട്ടാണ് ഉള്ളത്. 3 അടിയോളമാണ് ഇവിടുത്തെ വിഡ്ത് വരുന്നത്. ഇവിടെയും മെറ്റൽ ചിപ്സ് ആണ് വരുന്നത്. ഇവിടെയായിട്ട് ഒരു സർവൻറ്റ് ടോയ്ലറ്റ് കൂടി നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 5.5 അടിയോളം നീളവും 4.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു സിറ്റ് ഔട്ടിന് ഉള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഷൂ റാക്ക് കൊടുത്ത് മുകളിൽ സീറ്റിംഗ് യൂണിറ്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ 3-4 പേർക്ക് ഇരിക്കാനുള്ള സ്പേസ് അവൈലബിൾ ആയിട്ടുണ്ട്. കൂടാതെ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഫൈൽ ലൈറ്റാണ് നൽകിയിരിക്കുന്നത്. പടിഞ്ഞാറ് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോർ തേക്കിൻ തടിയിൽ ഒറ്റപ്പാളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള ഒരു ഹാൻഡിലും നൽകിയിട്ടുണ്ട്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ പ്രവേശിക്കുന്നത് ലിവിങ്ങിലേക്കാണ്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ലിവിംഗ് സ്പേസിന് 12 അടി നീളവും 11 അടിയോളം വീതിയുമാണ് ഉള്ളത്. ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ലിവിംഗ് സ്പേസ് വരുന്നത്. വെസ്റ്റിലേക്ക് വലുപ്പമുള്ളൊരു വിൻഡോയും നോർത്തിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് താഴെയായിട്ട് നൽകിയിരിക്കുന്നത്. മുകളിലെ ഡബിൾ ഹൈറ്റ് പോർഷനിൽ പെർമനൻറ്റ് ഗ്ലാസ് വിൻഡോ നൽകി സ്ക്വയർ ട്യൂബിൽ ഗ്രില്ലും നൽകിയിട്ടുണ്ട്. ഈ ഒരു പോർഷൻ്റെ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭംഗിയുള്ള ഹാങ്ങിങ് ലൈറ്റും സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. വലുപ്പമുള്ള ഒരു കോർണർ സോഫ സെറ്റും കോഫി ടേബിളും വന്നാൽ തന്നെ ഈ ലിവിംഗ് സ്പേസ് ഒട്ടും തന്നെ കുറഞ്ഞു പോകുന്നില്ല. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. TV യൂണിറ്റിൻ്റെ ഒരു സൈഡിലായിട്ട് വുഡൻ ടെക്സ്ചറിലുള്ള പാനലും വരുന്നുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസും ഒരു സൈഡിലായിട്ട് ടക്കർ സ്പേസും നൽകിയിട്ടുണ്ട്. ഈ ഒരു ലിവിംഗ് സ്പേസിൻ്റെ മെയിൻ ഡോർ തുറന്ന് പ്രവേശിക്കുന്ന ഭാഗത്തായി സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡൻ ടെക്സ്ചറിലുള്ള പാനലിൽ ഇട്ട് നൽകി സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിൻ്റെ ഈ ഒരു വാൾ കംപ്ലീറ്റ്ലി ക്ലാഡിംഗ് ടൈല് കൊടുത്ത് ഭംഗിയുള്ളൊരു വാൾ ലൈറ്റും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്.
ഇവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് UPVCയുടെ ഒരു ഡോറും നൽകിയിട്ടുണ്ട്. ഈ ഒരു കോർണറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ടാണ് നമ്മുടെ വാഷ് കൗണ്ടറിനുള്ള പ്രൊവിഷൻ വരുന്നത്. വാഷ് കൗണ്ടറിൻ്റെ വർക്കിന് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. താഴെ സ്റ്റോറേജും ഒരു സൈഡിലായിട്ട് ഡക്ക സ്പേസും നൽകിയിട്ടുണ്ട്. വാഷ് കൗണ്ടറിൻ്റെ ബാക്ക് സൈഡിലുള്ള വാൾ കംപ്ലീറ്റ്ലി വാൾ ടൈലാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തെ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ മെയിൻ ഡോർ തുറന്ന് നമ്മൾ പ്രവേശിച്ചപ്പോൾ കണ്ട സെയിം സീലിംഗ് തന്നെയാണ് വരുന്നത്. വുഡൻ ടെക്സ്ചറുള്ള പാനലിംഗ് ഒക്കെ ചെയ്ത് സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഡൈനിങ്ങിലേക്ക് പോകുമ്പോൾ ഈ ഒരു വാഷ് കൗണ്ടറിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന ഒരു പാനലിംഗ് ആണ് കാണുന്നത്. പാനലിംഗ് സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ അത്യാവശ്യം ഡക്ക സ്പേസും നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഡൈനിങ് സ്പേസിലേക്ക് പോകുമ്പോൾ ഇവിടെയായിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്ത് കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് ഇൻവെർട്ടറിനുള്ള പോയിന്റും നൽകിയിട്ടുണ്ട്. പിന്നീട് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഈ ഒരു സ്പേസാണ് നമുക്ക് ഡൈനിങ്ങിന് ലഭിക്കുന്നത്. 10 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു ഡൈനിങ് സ്പേസിന് ഉള്ളത്. ഒരു 12 സീറ്റർ ഡൈനിങ് ടേബിൾ വരെ നമുക്കിവിടെ യൂസ് ചെയ്യാവുന്നതാണ്. നോർത്തിലേക്ക് 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഡൈനിങ് സ്പേസിൻ്റെ ഒരു കോർണറിലേക്ക് മാറി ഒരു ക്രോക്കറി യൂണിറ്റ് നൽകിയിട്ടുണ്ട്. മുകളിലായിട്ട് പാനലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. സീലിംഗിലേക്ക് വരികയാണെങ്കിൽ വുഡ് ആൻഡ് ക്രീം കളർ കോമ്പിനേഷനിൽ സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും ഒക്കെ കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. കിച്ചൻ്റെ എൻട്രൻസ് ഭാഗത്ത് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. ഇതിനെ കണ്ടിന്യൂ ചെയ്ത് ഒരു ഡക്ക സ്പേസും ഒരു പാനലിംഗ് മുകളിലായിട്ട് വരുന്നതിനകത്ത് 3 ഹാങ്ങിങ് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ഒരു കിച്ചൺ വരുന്നത്. 11 അടിയോളം നീളവും 9 അടിയോളം വീതിയുമാണ് ഈ ഒരു കിച്ചണിന് ഉള്ളത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വന്നിരിക്കുന്നത്. ഇലക്ട്രിക് സിമിനി ഓൾറെഡി ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നോർത്തിലേക്ക് 3 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. 3 ലെയറായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഡുവൽ ഷെയ്ഡിലാണ് സ്റ്റോറേജ് വരുന്നത്. പ്രൊഫൈൽ ഹാൻഡിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് വലുപ്പമുള്ളൊരു സിങ്കും 2 ടാപ്പും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിച്ചൻ്റെ സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ പ്രൊഫൈൽ ലൈറ്റാണ് നൽകിയിരിക്കുന്നത്. കിച്ചൻ്റെ ഈ ഒരു ഭാഗത്തോ അല്ലെങ്കിൽ ഈ ഒരു സൈഡിലോ ആയിട്ട് നമുക്ക് ഫ്രിഡ്ജ് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു കിച്ചൺ കൂടാതെ നമുക്കൊരു വർക്ക് ഏരിയ കൂടി ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടാണ് വർക്ക് ഏരിയ വരുന്നത്. 11 അടിയോളം നീളവും 4.5 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു വർക്ക് ഏരിയയ്ക്ക് ഉള്ളത്. ഇവിടെയും കൗണ്ടർ ടോപ്പായിട്ട് ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. 2 ലെയറായി ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഈ ഒരു സെക്ഷനിലും കബോർഡ് വർക്കുകൾ വരുന്നുണ്ട്. നോർത്തിലേക്ക് 2 ഡോർ വിൻഡോയും ഈസ്റ്റിലേക്കും വലുപ്പമുള്ളൊരു വിൻഡോ തന്നെയാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ വിൻഡോയ്ക്ക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് സ്ക്വയർ വർക്കും നൽകിയിട്ടുണ്ട്. വലുപ്പമുള്ളൊരു സിങ്കും ടാപ്പും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ബെഡ്റൂമിൻ്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 11 അടിയോളം നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. വെസ്റ്റിലേക്ക് വലുപ്പമുള്ളൊരു വിൻഡോയും സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. വിൻഡോയുടെ ഒരു കോർണറിലേക്ക് മാറി 3 ഡോറിൻ്റെ ഒരു വാർഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് പ്രൊഫൈൽ ലൈറ്റ് സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. ാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ സെറയുടെ ഒരു വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. സെറയുടെ തന്നെ വാട്ടർ ക്ലോസറ്റാണ് വന്നിരിക്കുന്നത്. കൂടാതെ ഡൈവേർട്ടറും സെറയുടെയാണ്. ഹീറ്ററിനുള്ള പോയിന്റ് എക്സ്പോസ്റ്റ് പോകാനുള്ള പ്രൊവിഷനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന് 13 അടിയോളം നീളവും 11 അടിയോളം വീതിയുമാണ് ഉള്ളത്. ഇത് സൗത്ത് സൈഡാണ്. സൗത്തിലേക്ക് 4 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ട്രിപ്പ് ലൈറ്റ് സ്പോട്ട് ലൈറ്റും ഒക്കെയാണ് നൽകിയിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി 3 ഡോറിൻ്റെ ഒരു വാർഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ നമുക്ക് ഇവിടെയായിട്ടും കുറച്ച് സ്പേസ് ലഭിക്കുന്നുണ്ട്. ഇവിടെയും വാർഡ്രോബും ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെ ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ സെറയുടെ ഒരു വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. കൂടാതെ സെറയുടെ വാട്ടർ ക്ലോസറ്റും ഡൈവേർട്ടറും നൽകിയിട്ടുള്ള ഈ ഒരു ബാത്റൂമിൽ ഹീറ്ററിനുള്ള പോയിന്റ് എക്സ്പോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും നൽകിയിട്ടുണ്ട്. നമുക്കിനി ഈ വീടിൻ്റെ സ്റ്റെയറിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ SS വുഡ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് സ്റ്റെയർ വരുന്നത്. ഇവിടെ സ്റ്റെപ്പ് ലൈറ്റ്സിന് പകരം പ്രൊഫൈൽ ലൈറ്റുകളാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ ലാൻഡിങ്ങിനോട് ചേർന്ന വോളിലായിട്ട് 3 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. മുകളിലായിട്ട് ക്രീം ആൻഡ് വുഡ് കോമ്പിനേഷനിലാണ് സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കയറി അപ്പർ ലിവിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഡക്ക സ്പേസ് വരുന്നുണ്ട്. ഇതിനെ കണ്ടിന്യൂ ചെയ്ത് സീലിംഗിലേക്ക് ഒരു പാനലിംഗ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഇത് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. ഇവിടെയായിട്ട് ഗ്രൗണ്ട് ഫ്ലോറിലെ ലിവിംഗ് പോർഷൻ്റെ ഡബിൾ ഹൈറ്റ് ആണ് വരുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ അപ്പർ ലിവിംഗ് സ്പേസ് വരുന്നത്. 14 അടിയോളം നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിന് ഉള്ളത്.
നോർത്തിലേക്ക് 3 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ടി വി യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. സൈഡിലായിട്ട് വുഡൻ ടെക്സിലുള്ള പാനലിംഗ് വരുന്നുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകി ഭംഗിയായിട്ടാണ് ഈ ഒരു ടി വി യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ പ്രൊഫൈൽ ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും ഒക്കെ കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള ഓപ്പണിംഗ് ആണ് വരുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ വീട്ടിൽ വി ഗാർഡിൻ്റെ വയേഴ്സും ഹൈഫൈയുടെ സ്വിച്ചസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ എല്ലാം തന്നെ ഗ്ലോസി പാറ്റേണുള്ള ടൈലുമാണ് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറായിട്ട് വരുന്ന ഈ ഒരു ബെഡ്റൂമിൽ 14 അടി നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. വെസ്റ്റിലേക്ക് വലുപ്പമുള്ളൊരു വിൻഡോയും സൗത്തിലേക്ക് 2 സിംഗിൾ ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി 3 ഡോറിൻ്റെ ഒരു വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റുമാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ബെഡിൻ്റെ ഹെഡ് പോർഷനിൽ മുകളിലായിട്ട് പ്രൊഫൈൽ ലൈറ്റും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് നൽകിയിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ വാഷ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ഈ ഒരു സ്പേഷ്യസ് ആയ ബാത്റൂമിൽ നൽകിയിരിക്കുന്നത്. കൂടാതെ ഹീറ്ററിനുള്ള പോയിന്റും എക്സ്പോസ്റ്റ് ഫാനുള്ള പ്രൊവിഷനും ഈ ഒരു ബാത്റൂമിൽ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ ഡോറും വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന് 13 അടിയിലേറെ നീളവും 11 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്ക് 4 ഡോർ വിൻഡോയാണ് നൽകിയിരിക്കുന്നത്. ഒരു കോർണറിലേക്ക് മാറി 3 ഡോറിൻ്റെ ഒരു വാർഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട്. ഇത് കൂടാതെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് എക്സ്ട്രാ വാർഡ്രോബ് ചെയ്യാനുള്ള സ്പേസ് ലഭിക്കുന്നുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഫൈൽ ലൈറ്റ് സ്പോട്ട് ലൈറ്റും ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് യൂട്ടിലിറ്റി സ്പേസ് വരുന്നത്. 16 അടിയിലേറെ നീളവും 12 അടിയോളം വീതിയുമാണ് ഈ ഒരു യൂട്ടിലിറ്റി സ്പേസിന് ഉള്ളത്. മാറ്റ് ഫിനിഷ് ടൈലാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കോർണറിലേക്ക് മാറിയാണ് വാഷിംഗ് മെഷീനുള്ള പോയിന്റ് വരുന്നത്. ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ഇവിടെയായിട്ടാണ് ഈ വീടിൻ്റെ ബാൽക്കണി വരുന്നത്. 7 അടിയിലേറെ നീളവും 5 അടിയോളം വീതിയുമാണ് ഈ ഒരു ബാൽക്കണിക്ക് ഉള്ളത്. ഹാൻഡിൽ എസ്എസും ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഓപ്പണിംഗ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു വോൾ കംപ്ലീറ്റ്ലി ക്ലാഡിംഗ് ടൈലാണ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ എക്സ്റ്റീരിയർ ഭാഗത്തും ക്ലാഡിംഗ് ടൈലാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഇവിടെയായിട്ട് ചെറിയൊരു ഓപ്പൺ ബാൽക്കണി വരുന്നുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊഫൈൽ ലൈറ്റാണ് നൽകിയിരിക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 450 മീറ്റർ, കാക്കനാടേക്ക് 10 കിലോമീറ്റർ, കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും 12 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 6.4 കിലോമീറ്റർ, എടപ്പള്ളിയിലേക്ക് 16 കിലോമീറ്റർ, കലൂരേക്ക് 16 കിലോമീറ്റർ, റെയിൽവേ സ്റ്റേഷനിലേക്ക് 12 കിലോമീറ്റർ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 21 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഡിസ്റ്റൻസായി വരുന്നത്. 4 സെന്റ് സ്ഥലത്ത് 2200 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സഹിതമാണ് ഈ ഒരു വീട് വരുന്നത്. ഈ വീടിന് ചോദിക്കുന്നത് 1,10,00,000 രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും കൺസ്ട്രക്ട് ചെയ്യുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേഷൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.